Buongiorno a tutti e benvenuti. സൊജോർണോ ലഭിക്കുന്നതിന് വേണ്ടി A2 ലെവൽ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് 4 കാറ്റഗറിയിലാണ് ഈ എക്സാം നടത്തപ്പെടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് പറയാനുള്ളത്, സൊജോർണോ ലഭിച്ചിട്ടുള്ളവരാരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും പഠിക്കാനില്ല ഈ ക്ലാസ്സിൽ നിന്ന്. സൊജോർണോ ലഭിക്കാത്തവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. Esame di italiano A2 per il soggiorno. സൊജോർണോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് A2 ലെവലിലുള്ള എക്സാം. ജനറൽ നോളജിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ എക്സാം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. L'esame è organizzato dalle prefetture in collaborazione con i centri provinciali per l'istruzione degli adulti. പ്രഫെക്റ്റൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊവിൻസിലും നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലോക്കൽ ഓഫീസ് ഉണ്ടാകും. ഈ ഓഫീസിനെയാണ് പ്രഫെക്റ്റൂറ എന്ന് പറയുന്നത്. ഈ പ്രഫെക്റ്റൂറയും അതുപോലെ തന്നെ CPIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ത്രി പ്രൊവിൻച്ചാലി പെർ ലിസ്ട്രുസിയോനെ ദെല്ലി അദുൽത്തി. അദുൽത്തി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രായപൂർത്തിയായ വ്യക്തികൾ എന്നാണ്. അപ്പോൾ പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ലിസ്ട്രുസിയോനെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, CPIA. അപ്പോൾ പ്രഫെക്റ്റൂറയും CPIAയും കൂടിയാണ് ഈ A2 എക്സാം, സൊജോർണോയ്ക്ക് വേണ്ടിയിട്ടുള്ള A2 എക്സാം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. L'esame è composta da 4 prove principali. മെയിനായിട്ട് 4 കാറ്റഗറിയിലാണ് എക്സാം നടത്തപ്പെടുന്നത്. അതേതൊക്കെയാണെന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ അസ്കോൾട്ടോ. അസ്കോൾട്ടോ മീനിങ് ലിസണിങ് ടെസ്റ്റാണ് ആദ്യം നടത്തുന്നത്. ബ്രേവി ദിയാലോഗി ഓ കൊമ്മ്യൂണിക്കസിയോണി കൊത്തിത്തിയാനെ. ബ്രേവി ദിയാലോഗി മീനിങ് ഷോർട്ട്, ചെറിയ ഡയലോഗുകൾ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്താൻ സാധ്യതയുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മളെ കേൾപ്പിച്ചു തരും. അത് ഒരു പക്ഷേ അല്ല സ്റ്റേഷനെ, അൽ സൂപ്പർ മെർക്കാത്തോ, ഓതൽ മേഡിക്കോ, ഒരു റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം, സൂപ്പർ മാർക്കറ്റിലായിരിക്കാം, അതുമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്താൻ സാധ്യതയുള്ള ഒരു ഡയലോഗ് നമ്മളെ കേൾപ്പിച്ചു തരും. എന്നിട്ട് bisogna rispondere a scelte e domande multiple o vero o falso എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ടൈപ്പായിരിക്കും ഈ ക്വസ്റ്റ്യൻ. 3-4 ഓപ്ഷൻ തരും, അതിൽ നിന്ന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറോ ഫാൾസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് എഴുതുക, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് എന്ന് F എഴുതുക. അല്ലെങ്കിൽ എന്താണ് അവിടെ ടിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ആൻസർ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതിയാകും. സെക്കൻഡ് വൺ സ്ക്രിപ്റ്റൂറ മീനിങ് റൈറ്റിംഗ് എബിലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് രണ്ടാമത്തേത്. സ്ക്രീവരെ ബ്രേവി ടെസ്റ്റി, ഷോർട്ട് ടെക്സ്റ്റ് എഴുതാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു. ബ്രേവി എന്ന വാക്കിൻ്റെ അർത്ഥം ഷോർട്ട്, ചെറിയതായിട്ടൊരു ടെക്സ്റ്റ് എഴുതണം. റൈറ്റിംഗ് ടെസ്റ്റിൽ സാധാരണ ചോദിക്കുന്നത് ഈ കാണുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലുമായിരിക്കും. una richiesta semplice എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ റിക്വസ്റ്റിംഗ് ലെറ്റർ എഴുതാനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ una email, ഒരു ഇമെയിൽ എഴുതാൻ ചോദിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ un messaggio, ഒരു മെസ്സേജ് എഴുതാനായിട്ട്, ആർക്കെങ്കിലും ഒരു മെസ്സേജ് എഴുതുന്നതായിട്ട് അങ്ങനെ എഴുതാൻ നമ്മളോട് ആവശ്യപ്പെടും. അതുമല്ലെന്നുണ്ടെങ്കിൽ compilare un modulo എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോം തന്നിട്ട് നമ്മളോട് ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലുമാണ് സാധാരണഗതിയിൽ റൈറ്റിംഗ് ടെസ്റ്റിൽ ചോദിക്കുന്നത്. തേർഡ് വൺ ലെത്തൂറ മീനിങ് റീഡിംഗ് ടെസ്റ്റ്. കൊംപ്രൻസ്യോണെ ദി ബ്രേവി ടെസ്റ്റി. കൊംപ്രൻസ്യോണെ എന്ന വാക്കിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡിങ്, ബ്രേവി ഷോർട്ട്. അപ്പോൾ ചെറിയ ഒരു ഷോർട്ട് ടെസ്റ്റ് തന്നിട്ട് നമുക്ക് എന്ത് മനസ്സിലാകുന്നു എന്നതാണ് വിലയിരുത്തുന്നത്. ഇതിനു വേണ്ടി നമുക്ക് നൽകുന്നത് അനൗൺസി മീനിങ് അനൗൺസ്മെൻറ്റ്, കർത്തേലി പോസ്റ്റർ അല്ലെങ്കിൽ സൈൻ ബോർഡും ആകാൻ സാധ്യതയുണ്ട്.
സെംപ്ലിച്ചി ആർട്ടിക്കിളി, സിമ്പിൾ ആർട്ടിക്കിൾസ്, അതൊരു ന്യൂസ് പേപ്പറിലെ ആയിരിക്കാം, ഒരു മാഗസിനിലെ ആയിരിക്കാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആർട്ടിക്കിൾ തരുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ തരുന്നു. അത് വായിച്ചിട്ട് അതിൽ നിന്നും നമ്മളോട് ഡൊമാന്തി ആ റിസ്പോസ്ത മുൾട്ടിപ്ല ഓ വെറോ ഫോൾസോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. 4th വൺ പർലാത്തോ, സ്പീക്കിംഗ് ടെസ്റ്റാണ് 4ാമത്തേത്. ബ്രേവെ കോൺവെർസസ്യോണെ കോൺ ലെസ്സാമിനത്തോറെ, എക്സാം നടത്തുന്ന അധ്യാപകനുമായിട്ട് അല്ലെങ്കിൽ അധ്യാപികയുമായിട്ടൊരു ചെറിയ സംഭാഷണമാണ് ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ കാണുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചായിരിക്കും. ഫസ്റ്റ് വൺ പ്രസൻതാർസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പർലാരിതല പ്രോപ്രിയ ഫാമിലിയ, നിങ്ങളുടെ പ്രോപ്പർ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടും. ലവോറോ ജോബ്, സലൂത്തെ ഹെൽത്ത്, വീത്ത കൊത്തിത്തിയാന ദൈനംദിന ജീവിതം, ഇങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെടാവുന്നതാണ്. A volte vieni chiesto di descrivere un'immagine o raccontare una piccola esperienza. A volte എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ, vieni chiesto ചോദിക്കാൻ സാധ്യതയുണ്ട്, descrivere un'immagine നിങ്ങളൊരു ഇമേജ് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ റക്കോന്താരെ ഊന പീക്കുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അത് ഷെയർ ചെയ്യാനും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ 4 ക്രൈറ്റീരിയയിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ഓക്കെ. Pronto, buongiorno, è il dottor Rossi. La sua visita è domani alle 9:30. Grazie, arrivederci. Domanda: quando è la visita? Option A: oggi alle 9:30. Option B: domani alle 9:30. Option C: domani alle 11. ആൻസർ ഓപ്ഷൻ ബി, domani alle 9:30. നമ്മളിവിടെ ഒരു ചെറിയ ഡയലോഗാണ് കേട്ടത്. ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതാണ് ഡയലോഗ്. പ്രോന്തോ ബൊൻചോർണോ എന്ന് പറഞ്ഞാൽ ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നത്. ഡോക്ടർ റോസിയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. ലസോ വിസിത്ത, താങ്കളുടെ വിസിറ്റിംഗ് ടൈം നാളെ രാവിലെ 9:30 ഗ്രാറ്റ്സെ അരിവിതർച്ചി എന്ന് പേഷ്യൻ്റ് റിപ്ലൈ പറയുന്നുണ്ട്. ഗ്രാറ്റ്സി എന്ന വാക്കിൻ്റെ അർത്ഥം താങ്ക് യു, അരിവിതർച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി യു അല്ലെങ്കിൽ ഗുഡ് ബൈ എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ റോസി എന്ന് പറയുന്നുണ്ട്. ഈ റോസി എന്നത് പേരല്ല, മറിച്ച് വീട്ടുപേരാണ്. വിദേശികൾ സാധാരണഗതിയിൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പം അവർ വീട്ടുപേര് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ റോസി എന്ന് പറയുന്നത്. അത് വീട്ടുപേരാണ്, നെയിമല്ല. നെക്സ്റ്റ് വൺ സ്ക്രിറ്റൂറ, റൈറ്റിംഗ് ടെസ്റ്റ്. സ്ക്രീവി un messaggio al tuo amico per invitarlo a prendere un caffè. ഒരു കഫേ കുടിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. Ciao Davide, come stai? Ti va a prendere un caffè insieme domani pomeriggio? Sarebbe bello incontrarci e fare 2 chiacchiere. Fammi sapere. Un abbraccio. ഒരു മെസ്സേജിൻ്റെ മോഡലാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ദാവിദ് എന്നു പേരുള്ള ഒരു ഫ്രണ്ടിനാണ് മെസ്സേജ് അയക്കുന്നത്. കൊമെസ്റ്റായ്, ഹൗ ആർ യു? തിവ പ്രേന്തരൂൻ കഫേ ഇൻസിയമെ ഡൊമാനി പൊമറിച്ചോ, നാളെ ആഫ്റ്റർനൂണിൽ ഒരുമിച്ച് നമുക്കൊരു കഫേ കുടിക്കാൻ പോയാലോ എന്നാണ് ചോദിക്കുന്നത് മെസ്സേജിൽ. സറേബെ ബേലോ ഇൻകൊന്ത്രാർച്ചി എ ഫാരിദുവയ്ക്കാക്കരെ, നമുക്കൊന്ന് മീറ്റ് ചെയ്ത് കുറച്ച് നേരം സംസാരിക്കാം, അത് നല്ലതായിരിക്കും. എന്നിട്ട് ഫമ്മിസപ്പേരെ ലെറ്റ് മീ നോ, എന്നെ ഒന്ന് അറിയിക്കണേ നിനക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നാണ് അവസാനം പറയുന്നത്. ഫമ്മിസപ്പേരെ ലെറ്റ് മീ നോ. ഇവിടെ നമുക്ക് റീഡിങ്ങിനായിട്ട് തന്നിരിക്കുന്നത് ഒരു നോട്ടീസാണ്. ക്യൂസോ പെർഫേറിയെ ദൽ പ്രീമോ അൽ 20 അഗോസ്റ്റോ. ക്യൂസോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലോസ്ഡ്. പെർഫേറിയെ എന്ന് പറഞ്ഞാൽ ഫോർ ദ വെക്കേഷൻസ്. ഫ്രം 1st to 20th ആഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി, ആഗസ്റ്റ് 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും ക്ലോസ്ഡ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. ഡൊമാൻഡ, ക്വസ്റ്റ്യൻ. കോന്തോ റിയാപ്രെ ഇൽ നെഗോസിയോ. കോന്തോ റിയാപ്രെ ഇൽ നെഗോസിയോ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.
കോന്തോ റിയാപ്രെ il negozio. റിയാപ്രെ എന്നുണ്ടെങ്കിൽ റീഓപ്പൺ എന്നുള്ള അർത്ഥമാണ്. നെഗോസ്യോ ഷോപ്പ്. അപ്പോൾ ഷോപ്പ് എന്നാണ് തുറക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ 21 ആഗോസ്റ്റോ. അതായത് 20-ാം തീയതി വരെയും അവധിയാണ്, 21-ാം തീയതിയാണ് റീഓപ്പൺ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പർലാത്തോ, മീനിങ് സ്പീക്കിംഗ്. ഇവിടെ നമ്മൾ എക്സാമിനറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണമാണ് കേൾക്കാൻ പോകുന്നത്. Buongiorno, Buongiorno, signora. puoi presentarti? Certo, mi chiamo Davide, ho 33 anni e vengo dal Kerala, in India. Bene, dove abiti? Abito in un piccolo villaggio, è un posto tranquillo e molto verde. E nel tempo libero cosa ti piace fare? Nel tempo libero mi piace leggere, fare passeggiate e viaggiare. Perfetto, grazie Davide. ബൊഞ്ചോർണോ, ഗുഡ് മോർണിംഗ്. ബൊഞ്ചോർണോ സിനോറ, ഗുഡ് മോർണിംഗ് മാം. സിനോറ എന്ന വാക്കിൻ്റെ അർത്ഥം മിസ്സിസ് എന്നാണെന്നുണ്ടെങ്കിലും ഇൻ ദിസ് കേസ് മാം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പോയി പ്രസൻറ്റാർട്ടി, സെൽഫ് ഇൻട്രഡക്ഷൻ നടത്താനാണ് ആവശ്യപ്പെടുന്നത്. ചേർട്ടോ, mi chiamo Davide, ho 33 anni e vengo dal Kerala. ചേർട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം സർട്ടൻലി. mi chiamo Davide, എൻ്റെ പേര് ദാവിദ് എന്നാണ്. ho 33 anni, എനിക്ക് 33 വയസ്സുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. dove abiti, where do you live, നീ എവിടെയാണ് താമസിക്കുന്നത്? abito in un piccolo villaggio e un posto tranquillo e molto verde. ചെറിയ ഒരു വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. വളരെ കാമായിട്ടുള്ളൊരു വില്ലേജാണത്. അതുപോലെ തന്നെ ഒത്തിരി പച്ചപ്പൊക്കെ ഉള്ള വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. E nel tempo libero cosa ti piace fare? ഫ്രീ ടൈമിൽ നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നിൻ്റെ ഹോബി എന്താണ് എന്നൊക്കെ ചോദിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Nel tempo libero mi piace leggere, fare passeggiate e viaggiare. ഫ്രീ ടൈമിൽ എനിക്ക് റീഡിങ്, വായിക്കുന്നത് ഇഷ്ടമാണ്, നടക്കാൻ പോകുന്നത് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇതാണ് ഈ റിപ്ലൈയുടെ അർത്ഥം. പെർഫെക്റ്റോ, ഗ്രാzie ദാവിദേ. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ വേർഡ് ബൈ വേർഡായിട്ട് എക്സ്പ്ലനേഷനൊന്നും നടത്തിയില്ല. കാരണം അത്യാവശ്യം ഇറ്റാലിയൻ അറിയാവുന്നവരായിരിക്കുമല്ലോ ഏറ്റവും ലെവലിലുള്ള എക്സാം എഴുതുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.